ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു ക്രാബ് റോസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. സീ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ക്രാബ് റോസ്റ്റ് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഞാൻ ഇതിനായിട്ട് 4 സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കരിയാപ്പില, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരിഞ്ചീരകം പൊടിച്ചത്, പച്ചമുളക്, ഒരു 5 മീഡിയം സൈസ് ക്രാബ് ക്ലീനാക്കി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാനിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കടുകും, ഒരു 1/4 ടീസ്പൂണോളം ജീരകവും, ഒരു 1/4 ടീസ്പൂണോളം ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്, അതുകൂടി ഇട്ട് കൊടുക്കുവാണ്. അതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് ആവശ്യത്തിനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കരിയാപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവോള ഒന്ന് വഴച്ചിയെടുക്കണം. ഇത് വഴന്ന് വരാനായിട്ട് ഇച്ചിരി സമയം എടുക്കും. അതൊന്ന് ട്രാൻസ്പെറൻ്റ് ഒക്കെ ആകുമ്പോഴത്തേനും ഞാൻ അതിലേക്കൊരു 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരു 2 പച്ചമുളകും 2 വിളഞ്ഞ മുളകും ഇടുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഈ കളർ മാറി വിളഞ്ഞ മുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു പാനിൻ്റെ സൈഡിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മളിനി പൊടികളൊന്നിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം പെരിഞ്ചീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇതൊന്ന് വഴറ്റി കൊടുത്ത ശേഷം ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യുന്നത്. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ ഒരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുവാണേ. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ പീസ് പുളി ചേർത്ത് കൊടുക്കുവാണ്. ഇതുകൂടെ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സവോള ഒരുമാതിരി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കുവാണ്. ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഇടയ്ക്ക് ഇത് അടിക്ക് പിടിക്കുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം. അങ്ങനെ ഇത് നന്നായിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ഞണ്ടൊന്ന് വെന്ത് വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി കുറച്ച് റെഡിഷ് കളറൊക്കെ ആയിട്ട് വരും. ഞാനിതിലേക്ക് ഒരു തണ്ട് കരിയാപ്പിലയും 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും, എരിവ് നോക്കിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ ഇടുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ചീരകം പൊടിച്ചതും, 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതോടെ ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് യോജിപ്പിക്കാം. അങ്ങനെ ഈ മസാലയ്ക്കകത്ത് കിടന്ന് നമ്മുടെ ക്രാബ് എല്ലാം കൂടെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് കിട്ടിക്കോളും. എരിവ് നോക്കിയിട്ട് നിങ്ങൾക്കിതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് ഒന്ന് എരിവ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ക്രാബ് റോസ്റ്റ്. ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ടേസ്റ്റിയാണ്, കഴിക്കാനും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.